നമ്മളതിനൊരു ഓട്ടോയിൽ കയറി അടയുന്നില്ല. കംപ്ലൈന്റ് എന്തൊരു സാധനമൊക്കെ ഒരു തല കെട്ടി തന്നു കേട്ടോ. അവരിത് കെട്ടി തന്നിട്ട് 10 രൂപ ചോദിച്ചു. അപ്പൊ നമ്മള് കൊടു 10 രൂപ ഉണ്ടേ കൊടു. ആ മലയുടെ ഏറ്റവും മുഖത്താണ് ടെമ്പിള്. വലിയൊരു ലൈൻ ഉണ്ട് കേട്ടോ. ഇത് മേളിലേക്ക് പോകാനുള്ള ലൈനാണ്. ഞാനിങ്ങനെ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടുന്ന് ജമ്മുന്നാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഞാൻ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹിന്ദി ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഹിന്ദി തോടെ അറിയുള്ളൂ, കുറച്ച് അറിയത്തുള്ളൂ. അപ്പോൾ നൈസായിട്ട് ഞാനിങ്ങനെ ബസ്സിലൊക്കെ കയറി ഞാനിവരോട് ചോദിച്ചു. അപ്പോൾ ഇവർ കട്ര എന്നാണ് നമ്മുടെ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇവർ കുറച്ച് നേരം വണ്ടിയിലിരിക്കുന്നു. ഇവരവിടെ എത്തുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് എത്തുമ്പോൾ പറയുമായിരിക്കും, നമുക്കൊരു പിടുത്തമില്ല. എന്നാൽ വേറെ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് അവരോട് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കാനും അറിയത്തില്ല. എന്താ പറയുക, ഒരു ചെറിയൊരു കുഞ്ഞു ബസ്, ആകെ 1 2 3 4 പോലുള്ളൊരു ചെറിയൊരു ബസ്സാണ്. സമയം ഏകദേശം ഒരു 5 മണി 5:15 ആവുന്നു. നമ്മളിങ്ങനെ പോവാണ്. ഇപ്പം എൻ്റെ തൊട്ടടുത്ത് വല്ല ഹിന്ദിക്കാരുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ. പക്ഷേ ഫ്രണ്ടിലിരിക്കുന്നവരോട് ചോദിക്കാനായിട്ട് ഒരു ചമ്മല്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വല്ല തെറ്റ് മിസ്റ്റേക്ക് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. പിന്നെ അവരിങ്ങോട്ട് വേറെ എന്തെങ്കിലും റിപ്ലൈ തരും, പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാനായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കാനൊരു മടി. നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഒരു സൂ ഒക്കെ ഉണ്ട്. ജംബു സൂ എന്നാണ് സൂയുടെ പേര് വരുന്നത്. ഇത് എന്താ പറയുക, പഴയ സ്ഥലത്ത് ഇത് സൂ പഴയതായിരുന്നു. അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ പുതിയൊരു സ്ഥലത്താണ് സൂ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണിത്, റൈറ്റ് സൈഡിൽ വലിയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. പശുവാണോ എരുമയാണോ, എരുമയും പോത്തും എല്ലാം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അവർ വണ്ടി മൊത്തമായിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ആഹാ, ഐശ്വര്യത്തിൻ്റെ ലക്ഷണം, ചാണകം തന്നെ. ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക കേട്ടോ. നമുക്കത് വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കട്ര 37 കിലോമീറ്റർ എന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീനഗർ ഇവിടുന്ന് 243 കിലോമീറ്ററും ഉധംപൂർ 62 കിലോമീറ്ററുമാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇത് കണ്ടോ. അതേപോലെ തന്നെ അതെ, കട്ര 37, റേസി 64, ശിവഗോരി 104, ബാബാസിഹർ 74 കിലോമീറ്റർ, JNK ടൂറിസം, വെൽക്കം സി. അപ്പോൾ 37 കിലോമീറ്റർ ഉണ്ട്. ഞാൻ എൻ്റെ വിചാരം ഇപ്പം എത്തും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, 37 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഉണ്ട്, 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടു ഞാൻ. എനിക്ക് ഇത്രയും കൂടി നേരത്തെ ഇറങ്ങായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടെ ഗവൺമെൻറ് വണ്ടികൾ കുറവാണെന്ന് തോന്നുന്നു. പ്രൈവറ്റ് വണ്ടികളാണ് കൂടുതൽ. അപ്പോൾ എന്താ പറയുക, എല്ലാം ഒരു ഇതേപോലെ ചെറിയ ബസ്സാണ്. 3-4 സീറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണുന്നിടത്തൊക്കെ വണ്ടി നിർത്തും. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോപ്പൊന്നുമില്ല, എല്ലായിടത്തും വണ്ടി നിർത്തിയിട്ടാണ് പോവുക കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ എത്താനായിട്ട് ഒരുപാട് സമയം എടുക്കുമേ. ഇത് ബോർഡറാണെന്ന് തോന്നുന്നു. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ബസ്സാണെങ്കിൽ പോലും, ജമ്മുവിലെ ബസ്സാണെങ്കിൽ പോലും അവർ തടഞ്ഞു നിർത്തി ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സൈഡ് വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ്. 2 സൈഡും മലകളാണ്. അതേപോലെ തന്നെ മരങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ വലിയ മലയാണെങ്കിലും മലകളുടെ ഇടയിൽ മരങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ വീടുകളൊക്കെ കാണുമ്പോൾ നൈസായിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഇതേപോലെ ഇതൊരു വലിയൊരു പുഴയും കണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പുറ സൈഡ് വെള്ളമുണ്ട്, ഇപ്പുറ സൈഡ് വെള്ളമില്ല.
ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. പിന്നെ പുഴയുടെ സൈഡിലൊക്കെ വെള്ളമില്ലാത്ത പുഴയിൽ എന്താ പറയുക, സൈഡിലൊക്കെ ഓരോ ആൾക്കാർ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. സാധാരണ ഞാൻ എങ്ങനെയെങ്കിലും ആ ഫ്രണ്ടിൽ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കിന്ന് പറ്റിയില്ല. കാരണം ഇതാട്ടോ നമ്മുടെ മൃഗശാല വരുന്നത്, ജമ്മു മൃഗശാല, ജംബു സൂ എന്നാട്ടോ ഇത് അറിയപ്പെടുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്. ആ മൃഗശാലയുടെ വഴി കൂടെയൊക്കെ തന്നെയാണോ നമ്മൾ പോകുന്നത്. അത്യാവശ്യം വലിയൊരു ഫോറസ്റ്റാണ്, വലിയൊരു മലയാട്ടോ. പിന്നെ സൈഡിലൊക്കെ അവർ പുതിയ റോഡിനാണ് എന്താണെന്ന് അറിയില്ല, പുതിയ പണിയൊക്കെ വരുന്നുണ്ട് ഇവിടെ. ജമ്മുവിൽ നിന്നും കട്രയിലേക്ക് പോകുന്ന വഴിയൊക്കെ മനോഹരമാട്ടോ, നല്ല രസമാണ് കാണാനേ. പിന്നെ അതേപോലെ തന്നെ നല്ല തണുപ്പാണ്. നിങ്ങൾ മാക്സിമം എന്താ പറയുക ടാക്സിയിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലൊന്നും പോവാതെ മാക്സിമം ബസ്സിന് പോകാൻ ശ്രമിക്കുക. അപ്പം നല്ല വൈബായിരിക്കും കേട്ടോ ബസ്സിലൊക്കെ പോകാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ഹെയർപിൻ വളമൊക്കെയുള്ള വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയൊരു മലയുമാണ്. നോക്കി നല്ല രസമാണ് കാണാൻ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാൻ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. വലിയ മല പർവ്വതങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ടോളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീനഗറിലേക്ക് പോകുന്നതിൻ്റെ ടോളാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി നല്ല വഴിയാണ് കേട്ടോ. മല കണ്ടോ, നല്ല രസമുണ്ട് മല കാണാനായിട്ട്. മല അതിൻ്റെ ഇടയിലേക്ക് മറ്റേ മണ്ണ് കുഴിച്ചെടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തൊക്കെ മല വെളുത്തിരിക്കുന്നത്. എനിക്ക് വലിയ മലയാണ്. നമ്മുടെ അവിടെയൊക്കെ ടോൾ ബൂത്തിൽ പോലീസുകാരാണ്. പോലീസുകാരെന്ന് പറഞ്ഞാൽ ലോക്കൽ പോലീസുകാർ. ഇവിടെ പട്ടാളക്കാരാണ്. ടോൾ ബൂത്തിൽ എല്ലായിടത്തും പട്ടാളക്കാരായിരിക്കും കേട്ടോ. ഉണ്ട് അതിൻ്റെ അകത്ത് പട്ടാളക്കാരിക്കണം വേണ്ട. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, വെടികിട്ടായിരിക്കാനെന്ന് തോന്നുന്നത്. അവിടെയൊക്കെ പട്ടാളക്കാരായിരിക്കും കൂടുതൽ. ഗൈസ് കുറേ നേരം ഞാൻ ഈ മലയൊന്ന് പിടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ടണലല്ല, വലിയ ടണലാണ്. നമ്മളങ്ങനെ അതെ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് എങ്ങനെ പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കണം അവരോട്. താഴത്തുനിന്ന് ഞങ്ങൾ കുറച്ച് നടന്നിട്ട് എനിക്കൊരു ഡൗട്ട്, നമ്മളിനിയിപ്പോൾ മേളിലേക്ക് പോകാനായിട്ട് ബസ്സിൽ പോകണോ അതോ ഓട്ടോയ്ക്ക് പോകണം. താഴെ നിർത്തുകയും ചെയ്ത് അവർ മേളിലേക്ക് കടത്തി വിട്ടില്ല. അപ്പോൾ മേളിലേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു നോട്ടെ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കയറിയതാണ്. ചായ ഗംഭീര ടേസ്റ്റ് കേട്ടോ, ഗംഭീര ചായ, അടിപൊളി ചായ.
നമ്മളതിൻ്റെ ഒരു ഓട്ടോയിൽ കയറി കംപ്ലൈന്റ് ഡോർ കംപ്ലൈന്റ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം അടയുന്നില്ലാത്ത പോലെ തോന്നി. അത് ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. ബസ് അങ്ങോട്ട് പോകുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. ബസ് അപ്പോൾ എവിടുന്നോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഓട്ടോയിലേക്കാണെങ്കിലും ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് 200 രൂപയാണ് മേടിക്കുന്നത്. ബസ്സിന് എത്രയാണ് നമുക്ക് മേളിൽ കയറി ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ. ആ ഇവിടുന്ന് അപ്പുറത്തേക്ക് ബസ്സില്ലാന്ന് തോന്നുന്നു. ഇവിടേക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കടകളാണ്. പുള്ളി ആജാവെന്ന് പറയണ ഒന്നും മനസ്സിലാവണില്ല. ഒരു 150 മീറ്റർ കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു കേട്ടോ. ഒരു 150 മീറ്റർ കഴിഞ്ഞിട്ട് നമുക്കറിയില്ല എങ്ങടെ പോയത്. പുള്ളി വിളിച്ചോണ്ട് പോണ്ട്. അപ്പൊ പുള്ളി കൂടെ വരുന്ന കേട്ടോ. പുള്ളി നൈസായിട്ട് പറ്റിച്ചു എന്ന് തോന്നുന്നു, പെട്ടു. ऑटो के पास ही आ जाना, वो ऑटो लगा ना जहाँ ऑटो लगाया ना मैंने। हाँ पास है, हाँ उधर ही आ जाना। हाँ ओके ओके। यात्रा कार्ड लेके। हाँ यात्रा कार्ड। से जाओ, अंदर यात्रा कार्ड मिलेगा। हाँ और लेके उधर से उधर ही आ जाना, मैं उधर ही खड़ा हूँ। जाइए इधर से। എന്തൊരു സാധനമൊക്കെ ഒരു തല കെട്ടി തന്നു കേട്ടോ. എന്തോ ഒരു തലയിലൊക്കെ കെട്ടി തന്നു, ഒരു പിടുത്തില്ല. പൈസ അവരിത് കെട്ടി തന്നിട്ട് 10 രൂപ ചോദിച്ചു. അപ്പൊ നമ്മള് കൊടു 10 രൂപ ഉണ്ടേ കൊടു. പറയടാ, ഞങ്ങള് 10 രൂപ ഇല്ലാന്ന് തർക്കിച്ചു. അപ്പൊ അവര് നമ്മളോട് പറയാണ് 10 രൂപ ഇല്ലാത്ത നാട്ടുകാരെന്ന് ചോദിച്ചു. 30 രൂപ. ആ വാ. അപ്പൊ അത് കെട്ടി തന്നു. കുറച്ചു നേരത്തേക്ക് ഇത് കെട്ടി കിടക്കാം. എന്നിട്ടൊക്കെ കച്ചവടാന്ന് പറയുന്നത് കാര്യമൊക്കെ കാണുന്നിട്ടാ. ഇവിടെ നമുക്ക് യാത്രാ പാസ് കിട്ടുമേ. നമുക്കിപ്പോൾ യാത്രാ പാസ് കിട്ടും. യാത്രാ പാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടക്കുന്നത് കേട്ടോ. തലയിലൊക്കെ കെട്ടി വന്നിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. കിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ കെട്ടി തന്നെ വരുന്നു. അയ്യോ, വരുന്നവരും പോകുന്നവരൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രാ പാസ് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ എടുക്കണമെങ്കിൽ ഓൺലൈനിൽ എടുക്കാം. അപ്പോൾ ഓൺലൈനിൽ ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നുള്ളൂ. അപ്പം ഞാൻ അവിടുന്ന് വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേരുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറേ പേരുണ്ട് കേട്ടോ. എൻ്റെ അപ്പോൾ ചകിളി പോയി. നമുക്ക് ഇവിടുന്ന് ഒരു യാത്രാ പാസ് കിട്ടും. യാത്രാ പാസ് എന്ന് പറയുന്നത് നമുക്ക് മേളിലേക്ക് കടന്നു പോകാനുള്ള പാസ്സാണ്. ആ പാസ് കിട്ടിയാൽ മാത്രമേ നമ്മളെ ടെമ്പിളിനകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ആ പാസ് കിട്ടിയാൽ മാത്രമേ നമ്മളെ ടെമ്പിളിനകത്തേക്ക് കടത്തി വിടുകയുള്ളൂ കേട്ടോ. അപ്പോൾ പാസിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഈ ടാഗ് എടുക്കണം. നമ്മൾ ആധാർ കാർഡ് കാണിച്ച് നമ്മൾ ടാഗ് എടുക്കണം. ഒരു മിനിറ്റ്. നമ്മൾ ആധാർ കാർഡ് കാണിച്ചിട്ട് ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു ടാഗ് കിട്ടും. ഈ ടാഗ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ. അപ്പോൾ ഓട്ടോക്കാരൻ ഒരു 150 മീറ്റർ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടെ ഇറക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റിച്ചാന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിച്ചല്ല, ടാഗ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ടാഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആളിവിടെ വണ്ടി നിർത്തിയത്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ.
24 മണിക്കൂറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. 200 200 उधर जाके देना, हाँ 10 रुपीस इधर देना. निकालो. ആ ഓക്കെ ഓക്കെ. निकालो निकालो. പുള്ളി എന്ത് പറഞ്ഞു ഒച്ചയിടുന്നുണ്ട്, ഒന്നും പിടുത്തം കിട്ടുന്നില്ല. 200 അതിവിടെ പട്ടാളക്കാരെന്തോ ബോർഡറൊക്കെ വയ്ക്കുന്നുണ്ട്. സാബ്ജി കിतना दूर है? अभी यहाँ दूर है, 2-2.5 किलोमीटर. जास्ती दूर है? इसको दे रहा 10 रुपया. 10 रुपये दे दो, 10 रुपीस दे दो इसको. ये क्या ये पास है? हाँ 10 രൂപ കൊടുക്ക്. 10 रुपीस. 10 രൂപ 10 രൂപ. 10 रुपये. ये क्या है? हैं? पास है? हाँ पास है. ഓട്ടോ പാസ്? ऑटो पास. ഇവിടെ ഒരു 10 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓട്ടോ പാസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇവരുടെ തട്ടിപ്പാണോന്ന് അറിയത്തില്ല. നമ്മൾ മലയാളികളായതുകൊണ്ടാണോന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ സത്യമായിരിക്കാം, എന്തേലും ആവട്ടെ. സാബ്ജി ഉധർ ഹോട്ടലിലെ होटल होटल भी है, क्या करने हैं होटल? आया 50 रुपये. നമ്മുടെ വണ്ടി നിർത്തി. 50 नहीं है, फिर 260 नहीं, उससे पहले ही उतरेंगे यार. बोले 30 वाला बात. അവർ തമ്മിൽ എന്തോ ഒരു അലമ്പാണ്. എന്തോ പൈസ പറഞ്ഞിട്ട് മേളിലേക്ക് പോകാനായിട്ട്. ഒന്നാമത്തെ വണ്ടിയിൽ തള്ളി കയറ്റി ആൾക്കാരെ കയറ്റി ഇരുത്തിയിട്ട് സ്പേസ് ഇല്ല. ഇനി മടിയിരുത്താനാന്ന് തോന്നുന്നത്. അതും ചെറിയൊരു ചെറിയൊരു ഓട്ടോറിക്ഷ. കട്ടറൊക്കെ ചാടുമ്പോ എന്തൊരു ആത്മവിശ്വാസം നോക്കിയേ. അധികം ആയിസില്ല എന്നിട്ടാണ് ഈ കാണിക്കണേ. ഇപ്പൊ നമ്മള് ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണിക്ക് അടുത്തെത്തി. 4 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അത് നമ്മളിവിടെ എത്താനും പല രീതിയിലൊക്കെ ആയിട്ട് 4 മണിയല്ലടാ, സോറി 5 മണിക്ക് ഇറങ്ങിയതാണേ. ഇപ്പൊ സമയം ഏകദേശം 7 മണിക്ക് അടുത്തെത്തി. ഇത് കണ്ടോ, നിങ്ങൾക്ക് കുതിരയിൽ പോകണമെങ്കിൽ കുതിരയ്ക്ക് പോകാട്ടോ, മേളിലേക്ക്. ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് പോകാം. അങ്ങനെ പല ഇതുണ്ട്. വഴിയിൽ കാണുന്നവർക്കൊക്കെ ആൾ നിർത്തുന്നുണ്ട് നൈസായിട്ട്. എന്തിനാണാവോ ഇവര്? അതേ കുതിര ഇഷ്ടം പോലെ ഉണ്ട്. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. കുതിരയല്ല, കഴുതിയാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ സാരികൾ കുറേ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് നേർച്ച കൊടുക്കാനാന്ന് തോന്നുന്നു. അത് ഇത് കണ്ട, നമ്മൾ താഴത്തുനിന്ന് നമ്മുടെ തലയിലൊരു കെട്ട് കെട്ടി തന്നു. അത് ഇവിടെ കൊണ്ടുപോയി കെട്ടണം എന്ന് തോന്നുന്നു. അത് ഇറങ്ങുമ്പോഴായിരിക്കും ആൾക്കാർ കെട്ടുന്നത്. ഇത് മേളിലൊരു മല കണ്ട, ആ മലയുടെ ഏറ്റവും പൊക്കത്താണ് നമ്മൾ കയറേണ്ട സ്ഥലം. കുതിര പോകണുണ്ടോ? കുതിരയിൽ പോകണേ കുതിരയിൽ പോകാം, മലയിൽ കയറി പോകട്ടോ. കുതിരയുടെ റേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചു നോക്കാട്ടോ, കുറച്ച് കഴിയട്ടെ. അപ്പോൾ ഞാൻ നൈസായിട്ട് ചോദിക്കാം. सब्जी है वो ऊपर ये ऊपर टेम्पल है. ആ മലയുടെ ഏറ്റവും മുഖത്താണ് ടെമ്പിള്. 14 കിലോമീറ്റർ. 14 കിലോമീറ്ററോ? 14 എന്ന് പറഞ്ഞാൽ എത്രയാണോ? इंग्लिश बोलो साहब जी. इंग्लिश इंग्लिश इंग्लिश. हाँ कितना किलोमीटर? 14 किलोमीटर. 14 കിലോമീറ്റർ ഉണ്ടെന്നാട്ടാ പറയണ. 40 കിലോമീറ്റർ. साहब जी कितना टाइम है? आएगा जाएगा चलेगा? 3 घंटा. 3 घंटे जाने में, 3 घंटे 6 घंटा. 6 घंटा. हाँ. उधर पानी है? और पानी दो. ओ मार गया मार गया मार गया मार गया मार गया. हर रंगीला मार गया रंगीला. വണ്ടി തട്ടിയനെ എന്നാ വരവ വന്നവര്. സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. ये कार्ड जमा करना वापसी में. क्या बोला? ये कार्ड लिया ना, हाँ यही जमा करना वापसी पर. हाँ आएगा ना, हाँ जमा करना इधर नीचे. नीचे നമ്മുടെ കാർഡ്. ये जहाँ चेक होगा ना, ആ वही जमा करना वापसी पर. ഓക്കെ ഓക്കെ. നമ്മൾ കാർഡ് ഇവിടെ താഴെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർഡ് കൊണ്ട് പോകണം. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ കാർഡ് വേണമെന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എന്തൊരു ദൂരാന്ന് നോക്കി, എന്തോരം ആൾക്കാർക്ക് നോക്കി. എനിക്കെന്തായാലും ആ 10 രൂപയുടെ കച്ചവടം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ആ തലയിൽ ഒരു റിബണൊക്കെ കെട്ടി തന്നപ്പോൾ
ഞാൻ വിചാരിച്ചു അമ്പലമല്ല ഐശ്വര്യമായിട്ട് കെട്ടി തന്നാന്ന് വിചാരിച്ചു ഒരു വഴിക്ക് പോയപ്പോ. പക്ഷെ അവരെന്താ പറയാ കെട്ടി കുറച്ച് നടന്നപ്പോ ആ ലൈന് ഓ ബടാ ലൈനില് വലിയൊരു ലൈൻ ഉണ്ട് കേട്ടോ. ഇത് മേളിലേക്ക് പോകാനുള്ള ലൈനാണ്. ഗാഡി ഇതറിയേ ഓട്ടോ നമുക്ക് ഇവിടം വരെ ഉള്ളു. ശരിക്കും 200 രൂപയുടെ ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ 200 രൂപയുടെ ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും നടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും 15 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടന്നു വരാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം. ഓട്ടോയ്ക്ക് വരുന്നത് നഷ്ടമായിരിക്കും. 200 രൂപയാണ് ഓട്ടോയ്ക്ക്. ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. സബ്ജി ഇത് होटल नहीं है? होटल यात्रा करने जाना होटल क्या करना अंदर होटल है नहीं ऊपर होटल है बाथरूम जाना बाथरूम नहीं खाना खाने के लिए बहुत होटल है अभी आगे जाके होटल है ഓക്കെ खाने का बहुत होटल है. 200 രൂപ കേട്ടോ നമുക്ക് മേളിൽ നിന്ന് താഴത്തുനിന്ന് ഇവിടം വരെ വന്നതിന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നടന്നു വന്നാൽ മതി കേട്ടോ. ലൈൻ്റെ സബ്ജി ആള് ലൈൻ്റെ ഇടയിൽ കയറാനാ പറയുന്നത് കേട്ടോ നമ്മളോട്.